തൻ്റെ പ്രജകളെ കാണാൻ മാവേലി എത്തുന്ന സമയമാണ്. ആലത്തൂർ താലൂക്ക് ഓഫീസിലെ ഓണാഘോഷത്തിനെത്തിയ മാവേലിയെ കണ്ടപ്പോൾ ജീവനക്കാർ എല്ലാവരും മനസ്സിൽ പറഞ്ഞു, എവിടെയോ കണ്ട് നല്ല പരിചയം. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു സ്ത്രീയാണ് മാവേലി വേഷം കെട്ടിയത്. വേഷത്തിന് പിന്നിലുള്ള ആളെ മനസ്സിലായപ്പോൾ ജീവനക്കാർ ഞെട്ടി. ഇത് നമ്മുടെ ഡെപ്യൂട്ടി തഹസിൽദാർ അജിത മേഡമല്ലേ? ഞങ്ങളെല്ലാവരും കൂടി മാവേലിയെ സ്വീകരിക്കാൻ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വളരെയധികം അതിശയിച്ചു പോയി. ഒറ്റ നോട്ടത്തിൽ പോലും ഞങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത അസൽ മാവേലി. വളരെ കുറച്ചു പേർ മാത്രമേ ഡെപ്യൂട്ടി തഹസിൽദാർ മാവേലി വേഷം കെട്ടുന്ന കാര്യം അറിഞ്ഞിരുന്നുള്ളൂ. മാവേലിയെ കണ്ട കണ്ണുകളിലെല്ലാം അത്ഭുതം വിരിഞ്ഞു. ജീവിതത്തിൽ ആദ്യമായാണ് ഡെപ്യൂട്ടി തഹസിൽദാർ അജിത മാവേലി വേഷം കെട്ടുന്നത്. വന്നിറങ്ങിയപ്പോ ആരും ഇത് ആരാണെന്ന് ആദ്യം വിചാരിച്ചു. പക്ഷെ എന്തായാലും എന്നെ എന്നും കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് എന്നെ തിരിച്ചറിയൂലോ. എന്നാലും വളരെ വലിയൊരു അനുഭവമാണിത്. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എന്നിൽ ഇങ്ങനെ ഒരു ഞാനുണ്ടെന്നുള്ളത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. അത് കൊള്ളാം, അവസാനത്തെ വരികൊള്ള ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എന്നിൽ ഇങ്ങനെ ഒരു ആളുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളിങ്ങനെ തിരിച്ചറിയാൻ വൈകിപ്പോവും പലപ്പോഴും. പല കാര്യങ്ങളും വൈകിയാണെങ്കിലും തിരിച്ചറിയുന്നത് നല്ലതാണ്. നമുക്കതൊരു സന്തോഷം കണ്ടതിൽ കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഗോകുൽ നമ്മളോട് സംസാരിക്കും. ഗോകുൽ, എനിക്ക് തോന്നുന്നു അവർക്ക് ശ്രീമതി അജിത അവർ വളരെ സന്തോഷത്തിലാണ്, അവരുടെ സഹപ്രവർത്തകരും സന്തോഷത്തിലാണ്. അപ്പോൾ ഓണം സന്തോഷമാണല്ലോ ഓണം അല്ലേ? പലതരത്തിലുള്ള വെറൈറ്റി മാവേലികളെ നമ്മൾ കാണാറുണ്ട്. ഹെലികോപ്റ്ററിൽ നിന്ന് വരുന്നതും ബൈക്കിൽ പോകുന്നതായിട്ടുള്ള മാവേലിമാരൊക്കെ ഉണ്ട്. ഒരു സ്ത്രീ മാവേലി വേഷം കെട്ടുന്നു എന്നുള്ളത്, അതും ഡെപ്യൂട്ടി തഹസിൽദാർ, ആലത്തൂര് താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി തഹസിൽദാർ, ഉയർന്ന ഉദ്യോഗസ്ഥയാണ്. ഇങ്ങനെ ഒരു സ്ത്രീയാണ്, ഉദ്യോഗസ്ഥയായ സ്ത്രീയാണ് മാവേലി വേഷം കെട്ടി വരുന്നത്. ആഘോഷങ്ങൾക്ക് നമുക്ക് അതിരുകളില്ല, അല്ലെങ്കിൽ ആഘോഷങ്ങൾ, ഈ ഓണം പോലെ ആഘോഷങ്ങൾ എല്ലാവരുടേതുമാണ്. എല്ലാവർക്കും അത് ആസ്വദിക്കാൻ കഴിയണം. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങളൊന്നും ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു തഹസിൽദാരുടെ മനസ്സാണ് ഞാൻ ആലോചിക്കുന്നത്. അവർ ഡെപ്യൂട്ടി തഹസിൽദാറാണ്, ഉയർന്ന ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ താനിങ്ങനെയൊക്കെ ഈ മാവേലി വേഷം കെട്ടി വരുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് തോന്നും, അങ്ങനെയുള്ള ചിന്തകളൊക്കെ അവർ മാറ്റി വെച്ചുകൊണ്ടാണ് ഈ ആഘോഷത്തിൽ പൂർണ്ണ സമയം പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നത്. അജിത ആദ്യമായിട്ടാണ്, തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മാവേലി വേഷം കെട്ടുന്നതും കെട്ടിയൊക്കെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് സ്വാഭാവികമായിട്ട് ആ സമയത്ത് തോന്നിയിരിക്കാം, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നൊക്കെ തോന്നിയിരിക്കാം. പക്ഷേ ആ ആഘോഷം ആകെ അവരുടെ ജീവനക്കാർക്കൊക്കെ തന്നെ വളരെ അത്ഭുതവും ജീവിതത്തിൽ ഇനി മറക്കാൻ കഴിയാത്തൊരു അനുഭവമായി മാറി. കാരണം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ് മാവേലി വേഷം കെട്ടി നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാൻ, ഈ ആഘോഷത്തിലൊക്കെ പങ്കെടുക്കാനും ആദ്യം മുതൽ അവസാനം വരെ വരുന്നതെന്ന് പറയുന്നത് ആ ജീവനക്കാർക്കും വളരെ സന്തോഷമായി. അവർക്കൊക്കെ തന്നെ മറ്റു പല സന്ദേശങ്ങളും, ഇതിൽ ഓണക്കാലത്തെ സന്ദേശങ്ങളൊക്കെ തന്നെ അവർക്കും ഒരു അത്ഭുതകരമായ ഓണാഘോഷമാണ്. അത് ഓർമ്മകളിൽ നിൽക്കട്ടെ. പിന്നെ പറഞ്ഞ പോലെ ഇനിയും കൂടുതൽ പരീക്ഷണങ്ങൾക്കൊക്കെ അവർക്ക് ആത്മവിശ്വാസം കൂടി കിട്ടട്ടെ ഈ മാവേലിയുടെ വേഷം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി ഗോകുലേ.